വെൽക്കം ബാക്ക് ടു ആൻസീസ് യൂട്യൂബ് ചാനൽ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു 2.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും യൂട്യൂബ് ചാനലിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുത്തത് യൂട്യൂബ് ചാനൽ നിർത്തിപ്പോയതുകൊണ്ടല്ല, ഞാൻ പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഞാൻ PG MC ആണ് ചെയ്തത്, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇടയ്ക്കും ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ MC പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ. കാരണം ഞാനൊരു 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം, ഡിഗ്രി കഴിഞ്ഞൊരു 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് PG ചെയ്യാൻ വേണ്ടി പോയത്. അപ്പം പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊക്കെ ഡൗട്ട് വന്നിരുന്നു. ഇടയ്ക്ക് വെച്ച് നിർത്തിയാലെന്നൊരു ഡൗട്ട് വന്നിരുന്നു. അപ്പോൾ പക്ഷെ അതിനൊന്നും ഇടവരുത്താതെ മാസ്റ്റേഴ്സ് നല്ല മാർക്കോട് തന്നെ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഈ ചൂടത്ത് നമുക്ക് ഒരു ആശ്വാസമേകുന്നൊരു ഒരു മിക്സഡ് ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന്. ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കാനായിട്ട് നമുക്ക് പുളിയില്ലാത്ത ഏത് ടൈപ്പ് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആപ്പിളും തണ്ണിമത്തനുമാണ്. അതേപോലെ ഏത്തപ്പഴവും എടുത്തിട്ടുണ്ട്, ചെറുപഴവും എടുത്തിട്ടുണ്ട്. അപ്പം ഫ്രൂട്ട്സിൻ്റെ അളവൊക്കെ നമുക്ക് ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 3-4 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇവിടെ ഗോതമ്പ് പൊടി എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ, ഞാനിവിടെ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടോ, അല്ലെങ്കിൽ കോൺഫ്ലോർ വെച്ചിട്ടോ, അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടോ, അല്ലെങ്കിൽ മൈദ വെച്ചിട്ടോ ഈ ഒരു കസ്റ്റാർഡ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളെടുത്ത് ഗോതമ്പ് പൊടിയിലേക്ക് അല്പം പാൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പാലാണ് എടുക്കുന്നത്. അപ്പോൾ പാല് 1 കപ്പ് ഫുള്ളായിട്ടില്ല, ഇതൊരു 3/4 കപ്പേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സിനനുസരിച്ചിട്ട് വേണം പാലെടുക്കാനായിട്ട്. ആ പാല് ചൂടാകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം പാല് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം പാലൊന്ന് തിളച്ച് വരുന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടെ കുറച്ച് ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. ഏലക്ക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചേർക്കാനായിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള വാനില എസൻസ് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രൂട്ട് കസ്റ്റാർഡിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫുഡ് കളർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുഡ് കളറും ഇല്ല. അപ്പം വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി എടുക്കുക. ഒരു ബൗളിലോട്ട് അല്പം പാലിനകത്തോട്ട് മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്പം മാത്രം മതി, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അവിടെ കസ്റ്റാർഡിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന ആ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കളറിൻ്റെ മിക്സ്, അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഏലക്കയും കൂടെ പൊടിച്ച ആ മിക്സും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. മധുരം ഉണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്ക് നോക്കണം. കാരണം നമ്മുടെ കസ്റ്റാർഡിന് അല്പം മധുരം വേണം. നമ്മുടെ ഫ്രൂട്ട്സിന് ഓൾറെഡി മധുരം ഉള്ളതാണ്. കസ്റ്റാർഡിന് മധുരം വേണം. അപ്പോൾ മധുരം ഇല്ലെങ്കിൽ ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരിയിട്ട് നമ്മൾ കുറുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ല കുറുകിയിരിക്കും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇത് തണുത്താൽ മാത്രമേ നമ്മുടെ ഫ്രൂട്ട്സിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ, അത് ഫ്രിഡ്ജിലോട്ട് വെക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മിക്സൊക്കെ ഇട്ട് ഒന്ന് ഇളക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബൗൾ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ കുറച്ച് ബദാം കൂടി എടുത്തിട്ടുണ്ട്. ബദാം ഈ ഒരളവിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിലേക്കൊന്ന് ആഡ് ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും.
ഇനി ഞാൻ നമ്മുടെ ഫ്രൂട്ട്സിലോട്ട് അല്പം മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് മധുരം ചേർത്തിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സിന് ആവശ്യത്തിന് മധുരമുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും പഞ്ചസാര എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. തണുക്കാൻ വെച്ചപ്പോൾ നമ്മൾ ലൂസ് പരുവത്തിലാണ് വെച്ചത്. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മുടെ മിക്സിലോട്ട്, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കാരണം നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ എല്ലാ സൈഡിലേക്കും കസ്റ്റാർഡ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നമുക്കിത് സെർവ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സെർവ് ചെയ്യുന്ന ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെർവ് ചെയ്യുന്ന സമയത്ത് ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. നമുക്കിതിലേക്ക് പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇനി ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണിത്. നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനിയും പുതിയ വീഡിയോസുമായി കാണുന്നവരെ bye. Thank you for watching. It's Ansi Jacob.